ഹലോ, NIOSൻ്റെ നമ്മൾ 10th സ്റ്റാൻഡേർഡിനായിട്ടുള്ള സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആതിര എന്നാണ്. ഞാനാണ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ എന്താണ് സോഷ്യൽ സയൻസിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന്. മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് 28 ചാപ്റ്റേഴ്സാണ്. എത്ര മൊഡ്യൂൾസ് ഉണ്ട്? 4 മൊഡ്യൂൾസിലായിട്ട് നമുക്ക് 28 ചാപ്റ്റേഴ്സാണ് മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഇതിലെല്ലാം പഠിക്കണോ? വേണ്ട. ആകെ നമുക്ക് ഇത്ര പോർഷൻസ്, അതായത് 16 ലെസൺസ് മാത്രമേ എക്സാമിന് വേണ്ടിയിട്ട്, റിട്ടൺ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി വരുന്ന 12 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, TMA ആണ്. അതായത് നമുക്ക് ആക്ടിവിറ്റീസ്, നമ്മുടെ അസൈൻമെൻറ്റ്, പ്രോജക്റ്റ്, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. നമ്മുടെ എക്സാം 100 മാർക്കിൻ്റെ എക്സാമിൽ 80 മാർക്കിൻ്റെ എക്സാം നമ്മൾ എഴുതി മേടിക്കുന്നതാണ്. ആ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ പോർഷനിൽ നിന്നായിരിക്കും. അതാണ് 16 ലെസൺസ്. മറ്റുള്ളത് നമ്മുടെ 20 മാർക്ക്, 100-ലെ 20 മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ TMA ആണ്, നമ്മുടെ പ്രോജക്റ്റ് വർക്ക്. അത് നമുക്ക് ഇതിൽ നിന്നുമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂൾസ് ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് മൊഡ്യൂൾ വന്നിട്ട് ഇന്ത്യ ദ വേൾഡ് ത്രൂ ഏജസ് എന്നുള്ളതാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഏതൊക്കെയാണ്? മോഡേൺ വേൾഡ് 1, 2, പിന്നെ ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഓൺ ഇന്ത്യ, എക്കണോമിക്, സോഷ്യൽ, കൾച്ചർ, പിന്നെ റിലീജിയസ് അവീക്കനിങ്, മോസ്റ്റ് പോപ്പുലർ റെസിസ്റ്റൻസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. സോ മൊത്തത്തിൽ എന്താണ്, നമ്മൾ ഹിസ്റ്ററി ആയിട്ട് നല്ല ടച്ചിലുള്ള ഒരു ചാപ്റ്ററാണ് ഈ വരുന്നത്. മോഡേൺ വേൾഡ് 1ഉം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസിന് കൂടുതലും essay ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, MCQs ആയിക്കോട്ടെ, ഒരുപാട് വരുന്നൊരു ചാപ്റ്ററാണ് ഈ പറഞ്ഞ മോഡേൺ വേൾഡ് 1 and 2. ഒന്നും നമുക്കതിൽ കളയാനില്ല. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ, നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ തന്നെ ഹിസ്റ്ററി തന്നെയാണ് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ വരുന്നത്. ബ്രിട്ടീഷ് റൂൾ എന്തായിരുന്നു, എങ്ങനെയാണ് ഇന്റർനാഷണൽ മൂവ്മെൻറ്റ് സംഭവിച്ചത്, ഇത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. കുറച്ച് ലെങ്തിയാണ്, പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. മാർക്സ് കിട്ടാൻ നല്ല എളുപ്പമാണ്. ഓക്കെ, രണ്ടാമത് വന്നിട്ട് എന്താണ്, നാച്ചുറൽ എൻവയോൺമെൻറ്റ്, റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒരു ജിയോഗ്രഫി ടച്ച് വരുന്നൊരു ചാപ്റ്ററാണ് വന്നിട്ട്. അതായത് ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ, ക്ലൈമറ്റ് എങ്ങനെയാണ്, നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ഈ രീതിയിലുള്ള ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ ഇത്. കമ്പാരിറ്റീവ്ലി ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാവുന്നതാണ്. അടുത്തത് തേർഡ് മോഡ്യൂളിൽ ഡെമോക്രസി അറ്റ് വർക്ക്, അതായത് നമ്മളുടെ പൊളിറ്റിക്സ്. ഓക്കെ, ഫസ്റ്റ് ഹിസ്റ്ററി, ദെൻ ജിയോഗ്രഫി, പിന്നെ നമ്മളുടെ പൊളിറ്റിക്സ് ആണ് വരുന്നത്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മനുഷ്യാവകാശങ്ങൾ, നമ്മളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിട്ടുള്ള എന്തൊക്കെ നിയമങ്ങളാണുള്ളത്, പിന്നെ എങ്ങനെയാണ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ലെവൽ ഗവൺമെൻറ് എങ്ങനെയാണ്, യൂണിയൻ ലെവൽ ഗവൺമെൻറ് എങ്ങനെയാണ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷറൈസ് ഗ്രൂപ്പ്, അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് കണ്ടംപററി ഇന്ത്യൻ ഇഷ്യൂസ് ആൻഡ് ഗോൾസ്. സമകാലീന ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അതിൽ വന്നിട്ടും ചലഞ്ചസ് ടു ഇന്ത്യൻ ഡെമോക്രസി, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപവർമെൻറ്റ് ഓഫ് ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്, പീസ് ആൻഡ് സെക്യൂരിറ്റി, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സമകാലീന ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഇവിടുത്തെ സമാധാനവും നമ്മളുടെ ലോ ആൻഡ് ഓർഡർ ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നല്ല എളുപ്പമാണ്. ഫസ്റ്റ് മാത്രമാണ് ഒരു ഹിസ്റ്ററി ടച്ച് വരുന്നത്, പക്ഷേ എന്താ കുറച്ച് ലെങ്തി ആണെങ്കിലും നല്ല മാർക്സ് സ്കോർ ചെയ്യാം, നല്ലതുപോലെ പഠിക്കാവുന്നതാണ്. സെക്കൻഡ് വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ കേട്ടോ, ജിയോഗ്രഫി ചാപ്റ്ററൊക്കെ. പിന്നെ ഇത് രണ്ടും നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. കാര്യം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമ്മൾ ഡെമോക്രസി ആയിട്ടുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്നു, നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നവരാണ്, അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ പഠിക്കാവുന്നതാണ്. ഇനി TMA പോർഷൻസിലേക്ക് വരുമ്പോൾ എന്താണ്, സോഷ്യൽ സയൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ജസ്റ്റ് അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എന്താണ് സോഷ്യൽ സയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ വേൾഡ്, അതായത് ഈ കാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടം, വളരെ പുരാതനമായ ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് എന്താണ്, ബയോഡൈവേഴ്സിറ്റി, അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ, പിന്നെ പോപ്പുലേഷൻ ഓൺ ഗ്രേറ്റസ്റ്റ് റിസോഴ്സസ്, ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, പൊളിറ്റിക്കൽ സിസ്റ്റം. ഇതുപോലെ നമുക്ക് ഇവിടുന്ന് ഒരു പോർഷൻസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്താണ്, അസൈൻമെന്റ് ഉണ്ടാവും, പ്രോജക്റ്റ് ഉണ്ടാവും. 20 മാർക്കിനാണ്. ടോട്ടൽ എക്സാം വരുന്നത് 100-നാണ് നമ്മൾ പറഞ്ഞുള്ളത്, അതിൽ 20 ഇവിടെ. ഇനി ഇതിൽ നമ്മൾ 80 മാർക്കിന് എത്ര മാർക്കിന് എഴുതിയെടുക്കണം? 26 മാർക്കിന് നമ്മൾ എക്സാം എഴുതിയെടുത്താൽ മതി. ബാക്കി ഈ TMAയുടെ 7 കൂടെ ചേർത്ത് നമുക്ക് 33 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്സായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ NIOSൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് അക്കാഡമിയിൽ നിന്ന് ഗൈഡ് തരുന്നുണ്ട്, ആ ഗൈഡ് പഠിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് വീഡിയോ കാണുന്നൊരു ലാഘവത്തോടെ ഇരിക്കരുത്. ഹിസ്റ്ററി ഉണ്ട്, സോഷ്യൽ സയൻസ് ആണ് നമ്മുടെ ലെസൺസ് വരുന്നത്. കുറച്ചധികം പഠിക്കേണ്ടതായിട്ടുണ്ട്, കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പഠിക്കാൻ.
ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ലെക്ചർ നോട്ട് എഴുതാൻ ശ്രമിക്കുക. അതായത് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ നടക്കുമ്പോൾ തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് ഓക്കെ ഞാൻ ഈ ചാപ്റ്ററിൽ പറയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്തിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇപ്പം നമ്മൾ നോട്ട്സ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും, ഇല്ലയെന്നല്ല, എങ്കിലും നമ്മൾ സ്വയം എഴുതി വയ്ക്കുന്ന നോട്ട്സ് നോക്കി പഠിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുക. ഞാൻ തന്നെ ചാപ്റ്റർ എടുക്കുമ്പോഴത്തേക്ക് പറയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ, ഈ ചാപ്റ്റർ നോക്കി വെച്ചോളൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും എന്നൊക്കെ പറയുന്ന പോർഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നീട് അത് വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഓക്കെ ഇത് മിസ്സ് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ എന്താണെന്ന് നോക്കാം എന്ന രീതിക്ക് നമുക്ക് ആ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു വീഡിയോ കാണുന്ന ലാഘവത്തോടെ ഇരിക്കരുത്, പഠിക്കാനായിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ ഓരോ വീഡിയോസ് കാണുമ്പോഴും അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പിന്നെ നമുക്ക് ആ നോട്ട്സും കൂടെ വായിക്കുമ്പം ഓക്കെ എനിക്കത് മനസ്സിലായി എന്ന ലെവലിലേക്ക് എത്തണം. എങ്കിലേ നമുക്കിത് മൊത്തം കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ, പാസ്സാവാൻ പറ്റുള്ളൂ. ഓക്കെ, സോഷ്യൽ സയൻസിനെ പേടിയോടെ കാണുന്നവരുണ്ടായിരിക്കാം, പക്ഷേ വളരെ എളുപ്പമാണ് പഠിക്കാൻ. ആകെ നമുക്ക് 26 മാർക്ക് എഴുതി എടുത്താൽ മതി. സോ അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ നല്ലപോലെ പഠിക്കുമ്പോൾ നല്ല മാർക്സ് നമുക്ക് കിട്ടും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല മാർക്സ് കിട്ടും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മളിവിടെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, MCQ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാം വരുന്നതിൽ എക്സാമിൽ 2 ഭാഷയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, ഇംഗ്ലീഷിലും ഉണ്ടാവും ഹിന്ദിയിലും ഉണ്ടാവും ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കതിൽ ആൻസർ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ആൻസേഴ്സ് എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വായിച്ച് പഠിക്കുക. ക്ലാസ്സിൽ ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടെ മലയാളം പറഞ്ഞു തന്നെയാണ് പോകുന്നത്, അതുകൊണ്ട് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവില്ല. മാത്രമല്ല നമ്മളുടെ ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൂടെ തന്നെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആ നോട്ട്സിൽ ഓൾമോസ്റ്റ് കവർ ചെയ്ത് തന്നെയാണ് നോട്ട്സ് എല്ലാം തരുന്നത്. ഓൾമോസ്റ്റ് അല്ല 100% കവർ ചെയ്ത് തന്നെയാണ് നോട്ട്സ് തരുന്നത്, ഒരു പോർഷൻസ് പോലും വിട്ടുപോയിട്ടില്ല. സോ നോട്ട്സ് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇതും നമ്മുടെ ടെക്സ്റ്റും വായിക്കുക, നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക, എല്ലാ ക്ലാസ്സിലും ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല വേഗത്തിൽ സോഷ്യൽ സയൻസ് നല്ലതുപോലെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മലയാളത്തിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ മീനിങ് എഴുതിയിട്ടുണ്ടാവും, പിന്നീട് മലയാളത്തിൽ ആ ആൻസേഴ്സ് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എല്ലാ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടും വിശദമായിട്ട് ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗൈഡിൽ. അതുകൊണ്ട് ഗൈഡും ടെക്സ്റ്റിനോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുത്ത് വായിച്ച് പഠിക്കണം. ഓക്കെ, നമുക്ക് ആ ഒരു ഗൈഡും ക്ലാസ്സും കേട്ടാൽ തന്നെ നമുക്ക് എന്താണ് പാസ് മാർക്ക് ഉറപ്പാണ്. പിന്നെ കുറച്ചുകൂടെ നല്ല മാർക്സ് കിട്ടാനായിട്ട് നമുക്ക് നല്ലതുപോലെ പഠിക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈഡിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഉണ്ടാവും ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ആൻസേഴ്സ് മലയാളത്തിലാണ് വരുന്നത്. ഇംഗ്ലീഷിൽ എക്സാമിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ ഒരു ഗൈഡ് പഠിക്കാവുന്നതാണ്. കാര്യം നമുക്ക് ലാംഗ്വേജ് ഓക്കെ മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നമുക്ക് പഠിക്കാവുന്നതാണ്. കണ്ടന്റ് മനസ്സിലാക്കാൻ ഈ ഒരു ഗൈഡ് വായിക്കുന്ന വളരെ ഉപകാരപ്പെടും. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ സോഷ്യൽ സയൻസിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. സോ ഇനി ചാപ്റ്റേഴ്സ് ഒന്നൊന്നായിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ ഓരോ ചാപ്റ്ററും നല്ലതുപോലെ പഠിച്ച് എക്സാം നല്ല രീതിക്ക് എഴുതി പാസ്സാവേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.